യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചനധ്യാനത്തെങ്കിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലെ ആത്മീക വചനധ്യാനം നിങ്ങളുടെ ഏവരുടെയും ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മൾ ഈ ദിവസങ്ങൾ ചിന്തിക്കുന്നത് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ നിന്നുമാണല്ലോ. പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ നമ്മളിൽ നിന്ന് ആത്മാവിൻ്റെ ഫലമായി പുറപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ ഈ പറയപ്പെട്ട 9 ഫലങ്ങളും നമ്മുടെ ജീവിതത്തിൽ പ്രകടമായി തീരും. ഇതിനുവേണ്ടി നമ്മൾ പ്രത്യേകിച്ച് പരിശ്രമിക്കേണ്ടതായിട്ടില്ല. കാരണം ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ, ആത്മാവിന് ഇടം കൊടുക്കുമ്പോൾ, ആത്മാവിനെ കെടുത്താതെ, ആത്മാവിനെ നിർത്താതെ, ആത്മാവിന് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യവും സ്വാതന്ത്ര്യവും കൊടുക്കുമ്പോൾ നമ്മളിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഫലങ്ങളാണ് ഇതെല്ലാം തന്നെ. നമുക്കറിയാം, ഈ ഭൂമിയിൽ പലപ്പോഴും ആളുകൾ ചെയ്യുന്നതായ കാര്യമുണ്ട്. അവരിൽ ഇല്ലാത്തതായ ഗുണങ്ങളെ അവർ ഭാവാഭിനയങ്ങളിലൂടെ കാണിക്കാൻ ശ്രമിക്കാറുണ്ട്. പലപ്പോഴും അവർക്ക് മനുഷ്യരെ ചതിക്കുവാൻ കഴിയും. പലപ്പോഴും തങ്ങളുടേതായിട്ടുള്ള ആ കപടമായ സ്വഭാവങ്ങൾ മറ്റുള്ളവരെ അവർക്ക് ആകർഷിക്കാൻ കഴിയും. പക്ഷെ പിന്നീടാണ് ആളുകൾ മനസ്സിലാക്കുന്നത് തങ്ങൾ ചതിക്കപ്പെട്ടു പോയി എന്നുള്ളത്. പക്ഷേ ആത്മാവിൻ്റെ ഫലം തികച്ചും വ്യത്യസ്തമാണ്. നമുക്കത് കപടമായി കാണിക്കുവാൻ സാധ്യമല്ല. മാത്രമല്ല, കർത്താവ് യേശുക്രിസ്തു പറഞ്ഞല്ലോ, ഒരു വൃക്ഷത്തെ നമ്മൾ തിരിച്ചറിയുന്നത് അതിൻ്റെ ഫലം കൊണ്ടാണ്. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കുമായിരിക്കും, തങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ട് എന്ന് ക്ലെയിം ചെയ്യുന്നവരായ, അവകാശപ്പെടുന്നവരായ ആളുകൾ അവരുടെ ജീവിതത്തിൽ ആത്മാവിൻ്റെ ഫലങ്ങൾ എന്ന് അവർ അവകാശപ്പെടുന്നതായ കാര്യങ്ങൾ പലപ്പോഴും മനുഷ്യരെ കബളിപ്പിക്കുന്നതിനും ചതിക്കുന്നതിനും ഉപയോഗിക്കാറില്ലേ? ആ ഒരു തരുണത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കർത്താവ് യേശുക്രിസ്തു പറഞ്ഞതായ വളരെ പ്രധാനപ്പെട്ട കാര്യം, വൃക്ഷത്തെ നമുക്ക് ഫലം കൊണ്ട് തിരിച്ചറിയുവാൻ സാധിക്കും. ഒരാളെ നമ്മൾ ആത്മീകനായി കാണുന്നത്, അല്ലെങ്കിൽ ആത്മാവിൻ്റെ അനുസരണത്തിൽ നടക്കുന്ന വ്യക്തി എന്ന് കാണുന്നത് അവൻ പുറപ്പെടുവിക്കുന്ന ഫലത്തിലൂടെയാണ്. അതുകൊണ്ട് ഈ ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സ്നേഹം, സന്തോഷം തുടങ്ങിയതായ ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇത് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് സമാധാനം എന്നുള്ള ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ചാണ്. നമ്മൾ വായിക്കുന്നത് ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-ാം വാക്യമാണല്ലോ. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ താൻ ഇപ്രകാരം പറയുന്നു. ഫിലിപ്പിയർ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യം, എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. നോക്കിക്കേ, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം. സകല ബുദ്ധിയെയും എന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഇംഗ്ലീഷ് ബൈബിളിൽ കൊടുത്തിരിക്കുന്നത് അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളതാണ്. അണ്ടർസ്റ്റാൻഡിങ് എന്ന് നമ്മൾ പറയുമ്പോൾ അത് ബുദ്ധി എന്നുള്ള അർത്ഥത്തിലല്ലല്ലോ മലയാളത്തിൽ നമ്മൾ വിവക്ഷിക്കുന്നത്. മനസ്സിലാക്കുക, അറിയുക. അതിനർത്ഥം എല്ലാ അറിവിനെയും കവിയുന്നതാണ് ദൈവത്തിൻ്റെ സമാധാനം. എന്താണ് അതിൻ്റെ അർത്ഥം? നമുക്കെല്ലാവർക്കും അറിയാം, മനുഷ്യർക്ക് സമാധാനം ഉണ്ടാകുന്നതോ അല്ലെങ്കിൽ ഇല്ലാതാകുന്നതോ അവൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ ചില വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് സ്വസ്ഥത നഷ്ടപ്പെട്ടു പോകും. ചില സംഭവങ്ങൾ അറിയുമ്പോൾ നമ്മളിലെ സമാധാനം നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഇവിടെ പറയുന്നതായി സമാധാനം എന്ന് പറയുന്നത്, കർത്താവ് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത് പോലെ, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നിച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. അതിനർത്ഥം ദൈവം നമുക്ക് തരുന്ന സമാധാനം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ സമാധാനമല്ല. ഇന്നലെ നമ്മൾ ചിന്തിച്ചു, സന്തോഷം, ലോകത്തിൻ്റെ സന്തോഷം. ആ സന്തോഷവും ലോകത്തിൻ്റെ സന്തോഷമല്ല ദൈവം നമുക്ക് തരുന്നത്. ദൈവം നമുക്ക് തരുന്നതായ സന്തോഷം എന്ന് പറയുന്നത് കർത്താവ് യേശുക്രിസ്തുവിനെ തൻ്റെ പിതാവായി ദൈവത്തിൽ ഉണ്ടായിരുന്നതായ ആ സന്തോഷം. അതേപോലെ തന്നെയാണ് സമാധാനവും. വിശുദ്ധ ബൈബിളിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സന്തോഷവും സമാധാനവും എപ്പോഴും ഒരുമിച്ചാണ് പറയുന്നത്. കാരണം സന്തോഷമുണ്ടെങ്കിലേ സമാധാനം ഉണ്ടാവുകയുള്ളൂ. അതേപോലെ തന്നെ സമാധാനമുണ്ടെങ്കിലേ സന്തോഷവും ഉണ്ടാവുകയുള്ളൂ. കർത്താവ് യേശുക്രിസ്തു എങ്ങനെയാണ് താൻ സമാധാനം പ്രാപിച്ചത്? യേശുക്രിസ്തുവിന് സമാധാനം എന്ന് പറയുന്നത് തനിക്ക് പിതാവായ ദൈവത്തെങ്കിലുള്ള സമാധാനമായിരുന്നു. ആ സമാധാനം ഈ ഭൂമിയിൽ കർത്താവ് യേശുക്രിസ്തു എല്ലാ നിലയിലും അനുഭവിക്കാൻ കഴിഞ്ഞു. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ, യേശുക്രിസ്തു പറഞ്ഞതായ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം,
ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെ അല്ല. അതിൻ്റെ അർത്ഥം ലോകം തരുന്ന സമാധാനം എല്ലാം തന്നെ നൈമിഷികമായ കാര്യങ്ങളാണ്. ചില ആളുകൾ പറയാറുണ്ട് സിഗരറ്റ് വലിച്ചാൽ സമാധാനം കിട്ടും, ചിലർ പറയാറുണ്ട് മദ്യം കുടിച്ചാൽ സമാധാനം കിട്ടും. പക്ഷേ ഇവരുടെയൊക്കെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ, അവരുടെ എല്ലാം ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടു പോയതേ ഉള്ളൂ, അല്ലാതെ ശാശ്വതമായ സമാധാനത്തിലേക്ക് അവർക്ക് എത്തുവാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന വാക്ക് വളരെ ശ്രദ്ധേയമാണ്. എല്ലാ അറിവുകളെയും കവിയുന്നതായ ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. അതിനർത്ഥം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് വരുന്നതായ ചിന്തകൾ, ആ ചിന്തകൾ പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്നതായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. പല സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ ചിന്തിക്കും, ദൈവമേ, എൻ്റെ ആഗ്രഹം നടക്കാതെ പോകുമോ? ഞാൻ ചിന്തിക്കുന്നതായ അല്ലെങ്കിൽ ഞാൻ അനുകൂലമായി ചിന്തിക്കുന്നതായ കാര്യങ്ങൾ, എൻ്റെ ഭവനത്തെക്കുറിച്ച്, എൻ്റെ മക്കളെക്കുറിച്ച്, എൻ്റെ ദേശത്തെക്കുറിച്ച്, എൻ്റെ സഭയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നതായ കാര്യങ്ങൾ നടക്കാതെ വരുമോ? പക്ഷേ ഇവിടെ വ്യക്തമായി പറയുന്നു, സകല ബുദ്ധിയും കവിയുന്ന ആ ദൈവം തരുന്ന സമാധാനം നമ്മളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. അതിനർത്ഥം നേരത്തെ തന്നെ നമ്മൾ ചിന്തിച്ചിട്ടുള്ളതുപോലെ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് തരും എന്നുള്ളത് ദൈവസമാധാനത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ മുമ്പാകെ നമ്മുടെ ജീവിതത്തിന് എതിരായിട്ട് പല വിഷയങ്ങളും സംഭവിച്ചു എന്നതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ദൈവം നൽകിയതായ ആഗ്രഹങ്ങൾ വൃഥാവായി പോകുകയില്ല. അതിനെല്ലാം തന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയായിത്തീരും. നമ്മൾ മറ്റൊരു വേദഭാഗത്ത് വായിക്കുന്നുണ്ട്, പഴയ നിയമ പുസ്തകത്തിൽ ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് അതിൻ്റെ സമാപ്തിയോട് ബന്ധപ്പെടുന്നു. നോക്കണേ, എല്ലാവർക്കും ഇപ്രകാരമുള്ള ദർശനവും ദൈവിക ആലോചനകളും അതേപോലെ തന്നെ ഹൃദയത്തിലുള്ള ആഗ്രഹങ്ങളുമുണ്ട്. പക്ഷെ ഇതെല്ലാം തന്നെ സകല ബുദ്ധിയും കവിയുന്നതായ, സകല അറിവുകളെയും കവിയുന്നതായ ദൈവസമാധാനത്താൽ നമ്മുടെ ഹൃദയങ്ങളും നമ്മുടെ ചിന്തകളും ക്രിസ്തുയേശുവിൽ കാക്കപ്പെടുമെങ്കിൽ അതിനെല്ലാം തന്നെ നമ്മുടെ മുമ്പിൽ നിവൃത്തി ഉണ്ടാകുവാൻ ഇടയായിത്തീരും. ഇവിടെയൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന സമാധാനം എന്ന വാക്കിന് ഗ്രീക്ക് പുതിയ നിയമത്തിൽ കൊടുത്തിരിക്കുന്ന വാക്ക് ഏഴൻ എന്നൊരു വാക്കാണ്. ആ വാക്കിൻ്റെ അർത്ഥം കേവലം നമ്മുടെ ജീവിതം കഷ്ടങ്ങൾ ഇല്ലാത്തത് എന്നുള്ള അർത്ഥത്തിലല്ല, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഇല്ലാത്തത് എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് അതിനേക്കാൾ ഉപരി ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് ലഭിക്കുന്നതായ ശ്രേഷ്ഠമേറിയ സ്ഥാനം, ഉന്നതമേറിയ അനുഭവം എന്നുള്ള അർത്ഥത്തിലാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. പല ആളുകളും സമാധാനം എന്ന് ഉദ്ദേശിക്കുന്നത് തങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്തതായ ഒരു സമയം എന്നുള്ളതായ ചിന്തയിലാണ്. ചില സന്ദർഭങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തു, അതിനർത്ഥം നമുക്ക് സമാധാനം കിട്ടിയെന്നാണോ? താൽക്കാലികമായിട്ട് നമുക്ക് സമാധാനം കിട്ടിയെന്ന് തോന്നും, പക്ഷേ ഒരു പ്രശ്നം മാറുമ്പോൾ അടുത്ത പ്രശ്നം കടന്നു വരും. നോക്കണേ, ദൈവം തരുന്ന സമാധാനത്തിൻ്റെ പ്രത്യേകത, ഒരു പ്രശ്നം മാറി അടുത്ത പ്രശ്നം വന്നാലും ഏതൊരു പ്രശ്നത്തിന് നടുവിലും ഒരു ദൈവത്തിൻ്റെ പൈതൽ ദൈവത്തിൽ സമാധാനമായിരിക്കും. കാരണം ദൈവം തങ്ങളുടെ വിഷയങ്ങളെ ഏറ്റെടുക്കും, ദൈവം തങ്ങളുടെ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുമെന്നുള്ള ആ വലിയൊരു അറിവ് അവർക്കുണ്ട്, ആ ബോധ്യം അവർക്കുണ്ട്. നമുക്കറിയാം, നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾ അവർ എന്തോ ഒരു സ്വസ്ഥത അനുഭവിക്കുന്നവരാ, സമാധാനം അനുഭവിക്കുന്നവരാ. കാരണം അവരുടെ സമാധാനം മുഴുവനും അവർ അവരുടെ പേരൻസിലാണ് ഇട്ടിരിക്കുന്നത്. അവരുടെ പേരൻസ് സമാധാനം കൊടുക്കാത്തവരാണെങ്കിൽ അവർക്ക് സമാധാനം അനുഭവിക്കാൻ കഴിയത്തില്ല. അവരുടെ പേരൻസ് സകലത്തിലും മതിയാകുന്ന കേപ്പബിളായിട്ടുള്ള കഴിവുള്ളവരായ മാതാപിതാക്കളാണെങ്കിൽ തീർച്ചയായിട്ടും മക്കൾ അവരിൽ അർപ്പിക്കുന്നതായ സമാധാനത്തിന് ശ്രേഷ്ഠതയുണ്ടാകും. എന്ന് പറയുന്നത് പോലെ തന്നെ നാം ദൈവത്തിൽ നമ്മുടെ പ്രത്യാശ വെച്ചാൽ, നാം ദൈവത്തിൽ നമ്മളുടെ ആഗ്രഹം വെച്ചാൽ, നാം ദൈവത്തിൻ്റെ ആ സമാധാനം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയും. ധാരാളമായ ചില വാക്യങ്ങൾ എനിക്കിവിടെ പറയാനുണ്ട്. പക്ഷെ നമ്മൾ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് സന്തോഷത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ സന്തോഷവും സമാധാനവും പലയിടത്തും ഒന്നിച്ചു പറയുന്നതുകൊണ്ട് അവിടെ എല്ലാം തന്നെ ഈ വാക്യങ്ങൾ ഞാൻ വായിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്നതായ ആ സമാധാനം, പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന നിമിത്തം അതിൻ്റെ ഫലമായി വരുന്നതായ സമാധാനം തീർച്ചയായിട്ടും നമുക്ക് തരുന്ന സ്വസ്ഥത ചെറുതല്ല, അത് വലിയ സമാധാനമാണ്. ആ സമാധാനത്തോടെ ജീവിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അതെ, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ സമാധാനമുള്ളവരായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന അനുഭവത്തിലേക്ക് നിങ്ങൾ കടന്നു വരണം.
അതിന് കർത്താവ് യേശുക്രിസ്തുവിനെ നിങ്ങൾ ഹൃദയത്തിൽ രക്ഷകനും കർത്താവും ദൈവമായി സ്വീകരിച്ച ഒരു ജീവിതം നിങ്ങൾ നയിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ആത്മാവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. അതിൻ്റെ ഫലമായി ഈ പറയപ്പെടുന്ന സകല ഫലവും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായിത്തീരും. ഇന്നലെ കേൾക്കുന്ന ആരെങ്കിലും അപ്രകാരം സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, സ്നേഹമില്ലാതെ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് നൽകുവാൻ ദൈവം വിശ്വസ്തനാണ്. അതെ, നമ്മൾ ദൈവത്തിൽ ആയിത്തീരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കത് അനുഭവിക്കാൻ കഴിയും. വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവ് യേശുക്രിസ്തു പറയുന്നുണ്ട്, ഞാൻ വാതിൽക്കൽ നിന്നും മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ വന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. അതാണ് പീസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത്. എ ലൈഫ് വിത്ത് ജീസസ് ഈസ് എ പീസ്ഫുൾ ലൈഫ്. അത് അനുഭവിക്കുവാൻ നമുക്കെല്ലാവർക്കും ദൈവം സഹായിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. കർത്താവ് യേശുക്രിസ്തു മൂലം ഞങ്ങൾക്ക് ലഭിക്കുന്ന അങ്ങയുടെ ആത്മാവ് ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുമ്പോൾ അതിൻ്റെ ഫലമായി ഞങ്ങളിൽ ഉണ്ടാകുന്ന ഫലങ്ങളെക്കുറിച്ചാണല്ലോ ഞങ്ങൾ ഈ ദിവസങ്ങൾ ധ്യാനിക്കുന്നത്. കർത്താവെ, ഇന്ന് ഞങ്ങൾ ധ്യാനിച്ചതായ സമാധാനം എന്ന ഫലം ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ആത്മാവിൻ്റെ ഫലമായി ഉണ്ടാകുവാൻ അങ്ങിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ജീവിതത്തിൽ സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ, ജീവിതത്തിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ, ബുദ്ധിമുട്ടുകൾ നിലനിൽക്കുമ്പോൾ തന്നെ, അനാരോഗ്യങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ വാസ്തവമായിട്ടും അവർ സമാധാനം അനുഭവിപ്പാൻ നീ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് സഹായമായ ദൈവത്തിൻ്റെ ആത്മാവ്, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനത്തെ ഞങ്ങളുടെ ഉള്ളിൽ നിറയ്ക്കുന്നതിനായി നന്ദി പറയുന്നു. ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു ഓൾ.